ലാറ്ററൽ എൻട്രി നിയമനത്തിൽ സർക്കാരിനെ പ്രതിരോധിച്ച് പ്രസ്താവന ഇറക്കി ദിവസം 1 കഴിഞ്ഞതിന് പിന്നാലെ യു ടേൺ അടിച്ചതിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കുടഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷവും സമൂഹ മാധ്യമങ്ങളും. ഉന്നത സർക്കാർ ഉദ്യോഗങ്ങളിൽ സ്വകാര്യ മേഖലയിൽ നിന്നും ആളുകളെ നിയമിക്കാനുള്ള നീക്കത്തിൽ നിന്നാണ് കേന്ദ്ര സർക്കാർ പിന്തിരിഞ്ഞത്. പരസ്യം പിൻവലിക്കാൻ UPSCക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടിയെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് UPSC ചെയർപേഴ്സൺ അയച്ച കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും ട്രോളുകളും ഏറ്റുവാങ്ങിയത് അശ്വിനി വൈഷ്ണവാണ്. ലാറ്ററൽ എൻട്രിയെ ന്യായീകരിച്ചും പിന്നാലെ തീരുമാനം പിൻവലിക്കുന്നതിനുമുള്ള കാരണവും പറഞ്ഞ് അദ്ദേഹം എക്സിൽ പങ്കുവച്ച കുറിപ്പാണ് വിമർശനത്തിന് കാരണം. സാമൂഹ്യ നീതിക്ക് എതിരായ നടപടിയെന്ന് ചൂണ്ടിക്കാണിച്ചാണ് തീരുമാനത്തിൽ നിന്നും പിന്തിരിയുന്നത് എന്നാണ് അശ്വിനി വൈഷ്ണവ് എക്സിൽ പങ്കുവച്ചത്. 2 ദിവസം മുമ്പ് ലാറ്ററൽ എൻട്രി തീരുമാനത്തെ ശരിവെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഭരണം മെച്ചപ്പെടുത്താൻ പരിഷ്കരണം ഉപകരിക്കും എന്നാണ്. ലാറ്ററൽ എൻട്രി തീരുമാനം UPA സർക്കാരിൻ്റെതാണെന്നും പ്രതിഷേധിക്കുന്നതിനിടെ കോൺഗ്രസിന്റെ കാപ്പട്യമാണ് തെളിയുന്നതെന്നും അദ്ദേഹം ആദ്യം പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. ഈ 2 എക്സ് കുറിപ്പുകളും എടുത്തുയർത്തിയാണ് പ്രതിപക്ഷം വൈഷ്ണവിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. യഥാർത്ഥ കാപ്പട്യം ഇതാണെന്നാണ് വൈഷ്ണവിന്റെ കുറിപ്പ് പങ്കുവച്ച് പലരും കുറിക്കുന്നത്. റിയൽ ലൈഫും തമ്മിലെ വ്യത്യാസമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന്റെ പരിഹാസം. കോൺഗ്രസ് ദേശീയ വക്താവ് ഷമാ മുഹമ്മദും മന്ത്രിയെ ട്രോളി രംഗത്തെത്തി. നടപ്പാക്കലും പിൻവലിക്കലും ഈ സർക്കാരിന് കീഴിലെ മാസ്റ്റർ സ്ട്രോക്കുകളായി വാഴ്ത്തപ്പെടുമെന്നായിരുന്നു ഷമാ മുഹമ്മദിന്റെ പരിഹാസം. അതേസമയം പ്രധാനമന്ത്രി മോദിയുടെ പരിപാടികൾ സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുത്തിയെന്നും സാമൂഹിക നീതിയോടുള്ള മോദിയുടെ പ്രതിബദ്ധതയാണ് കാണിക്കുന്നത് എന്നും ലാറ്ററൽ എൻട്രി തീരുമാനം പിൻവലിക്കാനുള്ള കാരണമായി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മാറ്റങ്ങളോടെ പുതിയത് കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയം പ്രതിപക്ഷ വിമർശനത്തെ തുടർന്നാണോ തീരുമാനം പിൻവലിച്ചതെന്ന ചോദ്യത്തിന് UPA സർക്കാരിന്റെ കാലത്ത് ഇത്തരം നിയമനങ്ങൾക്ക് സംവരണ തത്വങ്ങൾ പരിഗണിച്ചിരുന്നില്ല എന്നായിരുന്നു മറുപടി. അതിനാദ്യം കോൺഗ്രസ് മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലാറ്ററൽ എൻട്രി നിയമനത്തിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു. സംവരണ തത്വങ്ങൾ അട്ടിമറിച്ച് RSSകാരെ സർക്കാരിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കാനാണ് പദ്ധതി എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം. സമാജ്വാദി പാർട്ടി രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. സംവരണ തത്വങ്ങൾ പാലിക്കാത്തതിനെതിരെ NDA കക്ഷികളും രംഗത്ത് വന്നിരുന്നു. പിന്നാലെയാണ് യു ടേൺ.